നമസ്കാരം. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ത്യ ദ വേഴ്സ്റ്റ് കൺട്രി ടു ബി എ ഫീമെയിൽ എന്ന ഒരു വാർത്തയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അവിടെ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണനയെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് യൂറോപ്പ് മലയാളി ചാനൽ ചർച്ച ചെയ്യുന്നത്. എവർക്കും സ്വാഗതം. താങ്കൾ ഇപ്പോൾ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും നമ്മൾക്കതിലെല്ലാം ഖേദമുണ്ട്, ദുഃഖമുണ്ട്. നമ്മൾക്ക് എങ്ങനെ ഈ കാര്യത്തിൽ അവസരോചിതമായും സംയോജിതമായും ശക്തമായും പ്രതികരിക്കാമെന്നതിനെപ്പറ്റി ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിക്കാൻ എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ടും അനുകാലിക പ്രശ്നങ്ങളുമായിട്ടും ആരോഗ്യകരമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന മലയാളി അസോസിയേഷൻ ഓഫ് പോർട്സ്മൗത്തിന് ഇങ്ങനെയൊരു അവസരമൊരുക്കുന്നതിന് വേണ്ടി ശ്രീകുമാർ മുന്നോട്ട് വന്നതിലും സംഘടിപ്പിച്ചതിലും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അതുകൊണ്ട് ശ്രീകുമാറിനെ ഞങ്ങളൊരു സന്ദർഭോചിതമായി ഞങ്ങൾ ഇതിനകത്തേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ വിദേശത്ത് താമസിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന സെക്ഷൽ സ്റ്റാർവേഷനെ പറ്റി പറയും. കാരണം യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനം എന്ന് പറയുമ്പോൾ അതിനോടെല്ലാം അനുബന്ധപ്പെട്ട ഇരിക്കുന്നത് സെക്സുമായിട്ട് അനുബന്ധപ്പെട്ട ഇരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് സെക്ഷൽ സ്റ്റാർവേഷൻ അനുഭവിക്കുന്നുണ്ട്. ഇതിന് മുഖ്യ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലൂടെ നമ്മുടെ തെരുവീതികളിലൂടെ നമ്മുടെ പ്രധാന വീതികളിലൂടെയൊക്കെ ഒരു സ്ത്രീ നടന്നു പോയി കഴിഞ്ഞാൽ, മാന്യമായി വസ്ത്രധാരണം ധരിച്ചിട്ട് ഒരു സ്ത്രീ നടന്നു പോയി കഴിഞ്ഞാൽ ആ ചുറ്റും നോക്കുന്നവരുടെ ആ ഭാവ വ്യത്യാസങ്ങൾ നാം ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഭീകരത, അതിൻ്റെ വയലൻസ്, ആക്രമണോത്സുകമായ ആ കണ്ണുകളിലെ തീഷ്ണത നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീയെ എന്തുകൊണ്ട് നമുക്ക് സാമാന്യ രീതിയിൽ നോക്കാൻ കഴിയുന്നില്ല? അത് നാം അനുഭവിക്കുന്ന, ഇന്ത്യൻ സൈക്ക് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികൾ സമൂഹത്തിന് കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു സെക്ഷൽ സ്റ്റാർവേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈയിടെ നമ്മുടെ നാട്ടിൽ നിന്നൊരു ബൈബിൾ പ്രഭാഷകൻ UK വരികയുണ്ടായി. അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ പ്രധാന സൂപ്പർ മാർക്കറ്റായ ആസ്ത സന്ദർശിക്കുന്ന ഒരു അനുഭവം വിശദീകരിക്കുകയാണ്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, സൂപ്പർ മാർക്കറ്റിൽ അർത്ഥനഗ്നരായിട്ടുള്ള സ്ത്രീകളെല്ലാം വരും. അപ്പോൾ അതിൽ പ്രകോപിതനാകാതിരിക്കാൻ വേണ്ടി ആ ബൈബിൾ പ്രഭാഷകൻ ഒരു വൈദ്യശാസ്ത്രത്തിൽ ബിരുദമുള്ളാണ്, മധ്യവയസ്കനാണ്, എന്നിട്ടും പറയുകയാണ് അതിലൊക്കെ പ്രകോപിതർ വയ്ക്കാൻ വേണ്ടി പുള്ളി പ്രാർത്ഥന നിരതനായിരിക്കുകയും കണ്ണടച്ചിരിക്കേണ്ടി വരുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, നാം അനുദിന ജീവിതം ഇത്തരം സന്ദർഭങ്ങളുമായിട്ട് 1000 ഇത്തരം സന്ദർഭങ്ങളുമായിട്ട് നാം ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവ ഒരിക്കലും നമ്മുടെ മനസ്സ് റെക്കോർഡ് ചെയ്യപ്പെടുകയോ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുകയോ നാം ചെയ്യുന്നില്ല. കാരണം വളരെ ലളിതമാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ആ സ്വാഭാവികമായ രീതിയിലേക്ക് വന്നു. പക്ഷെ സാധാരണ ദിവസത്തിന്റെ ഭാഗമായിട്ട് സാധാരണ ദിവസത്തിന്റെ ഭാഗമായിട്ട് വന്നു. പക്ഷെ നാട്ടിൽ ജനിച്ചു വളരുന്ന ഒരാൾ ഇത് വരുമ്പോൾ ഇതൊക്കെ അത്ഭുതമായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ സെക്സിനോട്, സ്ത്രീകളോട് എങ്ങനെ സമീപിക്കണം, ആരോഗ്യകരമായ ഒരു സമീപനത്തിന് നമ്മുടെ ഇന്ത്യൻ സൈക്കിന് ഇന്ന് അറിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഉള്ള സ്ഥിതിവിശേഷമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം നമ്മൾ മലയാളം പത്രങ്ങളാണെങ്കിലും മലയാളം TV തുറന്നാലും നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാർത്തയില്ലാത്തൊരു ദിവസം കടന്നു പോകുന്നില്ല. എന്തായിരിക്കും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം നമ്മളോട് തോന്നുന്ന ഒരു പ്രതികരണം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തോട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് തോന്നുക. കാരണം അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ പുരുഷന്മാരുടെ ഒരു കഴിവ്. അതായത് ഒരു സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവളുടെ വസ്ത്രധാരണത്തിനുള്ള ഒരു വ്യത്യസ്തത കൊണ്ട് അല്ലെങ്കിൽ അല്പം മോശമായി വസ്ത്രം ധരിച്ചാൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ ഈ പുരുഷൻ്റെ ഒരു ലൈംഗികതയോടുള്ള കാഴ്ചപ്പാട് എന്ന് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിൽ ഒരു ചോദ്യം. അല്ല, ഇപ്പം നമ്മളിവിടെ UK ജോലി ചെയ്യുന്നു, അപ്പോൾ ബ്രിട്ടീഷ് പത്രങ്ങളിൽ വരുന്നു സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത
വേസ്റ്റ് കൺട്രീസ് 5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ ഉണ്ടെന്ന് പറയുമ്പോഴോ നമ്മളോടുള്ള ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്? തീർച്ചയായും ആ ഒരു സങ്കല്പത്തോടു കൂടി ആയിരിക്കണം അവർ നമ്മളെയും കാണുന്നത്. നമ്മളെല്ലാം അതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് സംഭവിച്ചേക്കാം എന്ന് അവർ പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഇവിടെ ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇവർ വന്നാലും നമ്മളിത് തന്നെ പറയുള്ളൂ. ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ അവിടുത്തെ മലയാളി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണുങ്ങളെ പേടിച്ചിട്ടാണ് നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് റോഡുകളിലൂടെ ഇറങ്ങി ഒന്ന് പേടിയില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും ശരിക്കും സാധാരണ ജനങ്ങൾക്ക് ഇന്ന് വരെയും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ഉണ്ടായിട്ടില്ല. അത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ്. കാരണം എന്താണ് സ്വാതന്ത്ര്യം? ഒരു മനുഷ്യൻ്റെതായ രീതിയിൽ ജീവിക്കാനും അവൻ്റെ അവകാശങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ജീവിതം അവൻ മെച്ചപ്പെടുത്താനാണ് സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ അർത്ഥം. ഇപ്പൊ ഈ രാഷ്ട്രീയക്കാരെല്ലാം എപ്പോഴും വന്നാലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നതല്ലാതെ അല്ലെങ്കിൽ സ്ത്രീകൾ ഈക്വൽ ആണെന്നൊക്കെ പറയുന്നു, രാഷ്ട്രീയത്തിൽ വരണം എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇവർ ചെയ്യുന്നില്ലേ? അത് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മാധ്യമവൽക്കരിക്കുന്നതിൻ്റെ പിന്നിലും രാഷ്ട്രീയ മാഫിയകൾ രാഷ്ട്രീയക്കാരും അതുപോലുള്ള പത്രമാഫിയകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ പേരോ അല്ലെങ്കിൽ അവളുടെ ചിത്രമോ പ്രസിദ്ധീകരിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. അതായത് ആ ഇരയായ ആ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക അവസ്ഥ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ എന്നാ പറയുന്നത്, നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് അങ്ങനെ വരുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ആളുകൾ ഇതെല്ലാം ഒരു നിത്യ സംഭവത്തിൻ്റെ ഒരു നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു സ്ത്രീ പീഡനങ്ങൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. ഇതിന് നിയമം ശക്തമായ നിയമം നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിന് ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റി എഴുതപ്പെട്ടിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്തുള്ള നിയമ വ്യവസ്ഥിതികളാണ് നമ്മൾ പിന്തുടരുന്നു വരുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ഭേദഗതി വരുത്തണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നും ഉരുത്തിരിയേണ്ടത് നമുക്ക് എങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ വിദേശ മലയാളികൾ ആണെങ്കിലും നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ചർച്ചകൾ ഉണ്ടായത് തന്നെ ഇപ്പൊ ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സംസാരമെങ്കിലും ഉണ്ടായത്. അപ്പൊ ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യം. ഈ ചർച്ച വരുന്നു, കുറെ നാളത് നിൽക്കുന്നു, വീണ്ടും മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ പ്രശ്നം ഇതുവരെ തീർന്നില്ല, പക്ഷെ ചർച്ചകളിലെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് ഇതും പെട്ടുപോകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ചർച്ചകളിൽ മാത്രം ഇത് ഒതുങ്ങി പോകാതെ എങ്ങനെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നത് ചർച്ച തീരുമാനിക്കേണ്ട കാലം കൂടി അതിക്രമിച്ചിരിക്കുന്നു. അത് തുടങ്ങേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് നല്ല ലൈംഗിക വിദ്യാഭ്യാസം നൽകുക വഴി നമുക്ക് അത് സാധിക്കും. തന്നെയല്ല നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചാൽ പല നിയമ ഭേദഗതികളും ചെയ്യാൻ പറ്റും. അതുപോലെ ഇത്തരം കേസുകളിൽ കേരളത്തിൽ നടക്കുന്ന 10,000-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏകദേശം 719 കേസുകളോളം മാത്രമാണ് ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 15 വർഷം 20 വർഷം ഒരു കേസിന് വേണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നാൽ തന്നെയും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുമോ? കാരണം ഈ 15 വർഷം അല്ലെ 20 വർഷം ഇതിന്റെ പിറകെ നടക്കേണ്ടത് ഈ വിക്ടിമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ പിറകെ നടക്കണം. ഇതിന്റെ നിയമവ്യവസ്ഥകൾ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെയല്ല രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്ന ഭീഷണിപ്പെടുത്തലുകൾ ഇപ്പം എല്ലാം അവരൊരു സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു വസ്തുത പോലും അവിടെ വിസ്മരിക്കപ്പെടുകയാണ് പല സമയത്തും ആളുകളിൽ നിന്നുണ്ടാകുന്ന ഇത് മൂലം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റ് ഇതിനൊരു മുൻ നേതൃത്വം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. തന്നെയല്ല പോലീസും ഇതിനോടൊപ്പം, അതായത് പ്രതികൾ ആരാണെങ്കിലും തെറ്റ് ചെയ്തവർ കുറ്റം അനുഭവിക്കുക തന്നെ വേണം. അതിലൊരു രാഷ്ട്രീയക്കാർ സഹായിക്കാനോ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമാണിമാർ സഹായിക്കാനോ ഒന്നും പോകാതിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട് നന്നാവണം എന്നൊരാഗ്രഹത്തോടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ഡൽഹിയിലെ പ്രോബ്ലം പൊങ്ങി വന്നു. അതുപോലെ എത്രയോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്താൽ സാക്ഷരത
സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്നതാണ് കേരളം. അവിടെ തന്നെ എത്രയോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും വെളിയിൽ വരാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു കുട്ടി ഇതുപോലെ പീഡനം അനുഭവിക്കപ്പെട്ടാൽ ആ പീഡിപ്പിക്കുന്ന ആളോ ആ പീഡനം അനുഭവിക്കുന്ന ആളോ അത് വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് കുടുംബത്തിൽ വന്നാൽ തന്നെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെറുപ്പക്കാരായിരിക്കും മിക്കവാറും ഇങ്ങനെ ഈ പ്രോബ്ലത്തിൽ അകപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അതിനൊരു ഭാവിയുണ്ട്. ഈ പ്രോബ്ലം വെളിയിൽ പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവിയെ അത് ബാധിക്കുന്നു. അപ്പോൾ കുടുംബത്തിലുള്ളവരോ കുട്ടിയോ അത് വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഇത് ചെയ്യുന്നവരും അത് വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള കേസുകളെല്ലാം വെളിയിൽ വരാതെ ഈ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നമ്പർ ഇഷ്ടം പോലെ ഉണ്ട്. അത് വെളിയിൽ അറിയുന്നില്ല. അതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കാം, ചിലപ്പോൾ ഉന്നത നിലയിലുള്ളവരൊക്കെ ആയിരിക്കാം. അവരെ പേടിച്ച് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ ഒന്ന്. രണ്ടാമത് ആ കുട്ടിയുടെ ഭാവിയെ ഓർക്കുമ്പോൾ, കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്ന ഒരു കുട്ടിക്ക് ഒരു ബാഡ് ഹിസ്റ്ററിയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം. അത് എപ്പോഴും അതിന്റെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ വെളിയിൽ പറയാതെ അത് ഒതുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അതായത് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സാമ്പത്തികമായി മുമ്പിൽ നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഉള്ള കേസുകൾ ഒതുക്കാൻ വളരെ എളുപ്പമാണ്. സാധാരണ അല്ല, ഇതിപ്പോ ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ കേസ് ഒതുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്തരം കേസുകൾ കൂടി വരുന്നത്, അകപ്പെട്ടു പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഡൽഹിയിലെ പ്രോബ്ലം തന്നെ വന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പുതിയ നിയമങ്ങൾ വരുന്നു, പുതിയ പണിഷ്മെന്റ് കൂട്ടുന്നു, ഇതെല്ലാം പറയുന്നു. പക്ഷെ ഇതൊക്കെ വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ ചിന്താഗതി മാറുന്നില്ലെങ്കിൽ എത്ര നിയമം വന്നാലും എത്ര പണിഷ്മെന്റ് കൂടിയാലും ഇങ്ങനത്തെ കേസുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ചിന്താഗതി, ഒരു പുരുഷന്റെ ചിന്താഗതി മാറണമെങ്കിൽ അത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറുന്നു, സൊസൈറ്റിയിൽ ആളുകൾ എങ്ങനെ പെരുമാറുന്നു, ആ രീതിയിലുള്ള അതെന്ത് കണ്ടു പഠിച്ച് ആ കുട്ടി വളരുന്നുവോ അങ്ങനെയുള്ള വ്യക്തിയാണ് വളർന്നു വരുന്നത്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അത് ശാരീരികമായി മാത്രം നോക്കാതെ അതൊരു വ്യക്തിയാണ്, അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ആൾക്ക് ഒരു ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് എല്ലാ റൈറ്റും ഉണ്ട്, പക്ഷേ അതനുസരിച്ച് ജീവിക്കാനുള്ള ഫ്രീഡം ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഈ റൈറ്റും ഫ്രീഡവുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരാളിന് റൈറ്റ് ഉണ്ട്, എനിക്ക് എന്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്റെ റൈറ്റ് ആണ് അല്ലേ? അല്ല, എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഒരു പുരുഷന്റെ കൂട്ട് തന്നെ. പക്ഷെ അങ്ങനെ ഫ്രീ ആയി നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നാട്ടില്? ഇവിടെ എനിക്ക് കുറച്ചുകൂടെ പറ്റും. അതായത് ഇപ്പൊ ഈ ഒരു ബസ്സിൽ എനിക്ക് യാത്ര ചെയ്യണം, ഒരു പുരുഷന്റെ അടുത്തിരിക്കാൻ എനിക്ക് മടിയില്ല. കാരണം ഇവിടെ ഞാൻ സേഫ് ആണെന്ന് എനിക്ക് ഒന്നുകൂടെ ഒരു വിശ്വാസമുണ്ട്. അതും അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ നിയമവും കർശനമാണ്, ഇവിടെ രാഷ്ട്രീയ ഇടപെടലില്ല, കാശുള്ളെന്നോ ഇല്ലെന്നോ എന്നുള്ള തോന്നലില്ല. ഈ 2-3 കാര്യങ്ങൾ അവിടെ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതെ, അതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടെ സുരക്ഷിതത്വം, സെക്യൂരിറ്റി ഫീലിംഗ് ഒന്നുകൂടെ ഉണ്ട്. രാത്രിയിൽ ഇച്ചിരി ലേറ്റ് ആയാലും ഇപ്പം നമ്മുടെ കുട്ടികൾ വെളിയിൽ ഇപ്പം സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയാലും നമുക്ക് അത്രയും ആശങ്കയില്ല. കാരണം അവർ ഒന്നുകൂടെ സേഫാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ നാട്ടിലാണെങ്കിൽ നമുക്ക് ചെറിയ ഇരുട്ടാകുമ്പോൾ തന്നെ കുട്ടികളെ എല്ലാം അകത്ത് കയറ്റുന്നു, വെളിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാകുന്നു, പുരുഷനില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവുന്നു, പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഈ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുവാണ്. അതിന് ആനുപാതികമായിട്ട് ഒരു വർധനവ് സ്ത്രീ പീഡനത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം സ്ത്രീ പീഡനത്തിലേക്ക് വരികയാണെങ്കിൽ ഓരോ ബലാത്സംഗം ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന ഒരു മനോഭാവമാണ്. അതിലൊരു വ്യത്യാസം വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അതിന് വ്യത്യാസം വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണുള്ളത്. ഇപ്പം നാട്ടിൽ ചെന്നാൽ ഒരു സിനിമാ തിയേറ്ററിൽ പോയാൽ സ്ത്രീക്ക് പ്രത്യേക കൗണ്ടർ, ബസ്സിൽ പോയാൽ എനിക്ക് ആ സീറ്റിലിരിക്കാൻ പറ്റില്ല. അത് അവിടുത്തെ ഒരു അരാജകത്വം കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ ഇപ്പൊ ഈ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ സംവരണം കൊടുക്കുമ്പോൾ പുരുഷന്റെ മനസ്സിലുണ്ടാകുന്നത് ഇവള് നമ്മളെക്കാളും ഒരു 2ാം തരം പൗരയാണ്, ഇവളോട് നമുക്ക് എന്തു ആകാം, അപ്പം ഇവളെ നമുക്ക് ഒപ്പം കൊണ്ടുവരണമെങ്കിൽ കുറെ കൂടി ഫ്രീഡം കൊടുക്കണം. ഇപ്പം ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത്
ഹസ്ബൻഡും വൈഫോട് ഒരുമിച്ചിരുന്നപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഇത്രമാത്രം കൺട്രോൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു കാരണവശാലും പുരുഷൻ്റെ മനോഭാവം മാറുന്നില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സ്ത്രീ അവൻ്റെ നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരാളല്ല. ശക്തൻ ദുർബലനെ കീഴടക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പുരാതന കാലത്തോട്ട് നിലനിൽക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും പുരുഷൻ്റെ ചിന്താഗതി. അപ്പോൾ സ്ത്രീ ദുർബല അല്ല എന്ന് വരണമെങ്കിൽ ഇത്തരം സംവരണങ്ങൾ എടുത്തു മാറ്റി രണ്ടുപേരെ ഒരേപോലെ കാണാൻ പ്രേരിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ അടുത്ത സമയത്താണ് നമ്മൾ കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് ആണോ? അങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം പീഡനങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെണ്ണുങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ അത്തരം സംവരണം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ കൂടുന്നതെന്നാണോ? അല്ല, സംവരണം ഉള്ളത് കൊണ്ട് തന്നെ പുരുഷന്റെ മനസ്സിൽ ആ ചിന്താഗതി മാറുന്നില്ല. സ്ത്രീ അവൻ്റെ തുല്യമാണെന്ന് തോന്നുന്നില്ല. അതുപോലെ പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ. നമ്മൾ ഒരിക്കലും ക്രൈം സ്റ്റോപ്പ് ചെയ്യാനല്ല നോക്കുന്നത്, അതിൻ്റെ പുറകെ എൻക്വയറി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പോലീസിൻ്റെ ഉദ്ദേശം. പോലീസിന് ഷൈൻ ചെയ്യാൻ അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ കൊച്ചിയിൽ CCLൻ്റെ ക്രിക്കറ്റ് നടന്നിട്ട് പത്രത്തിൽ വായിച്ച സംഖ്യ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഒരു DGP പറഞ്ഞിരുന്നത് 2 SP-മാരുടെ നേതൃത്വത്തിൽ 10,000 പോലീസുകാരെ സെക്യൂരിറ്റിക്ക് ഇടുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഡൽഹിയിലെ പെങ്കൊച്ച് അരമണിക്കൂർ ഒരു ബസ്സിൽ കൂടെ പോയിട്ട് അവിടെ തിരിഞ്ഞു നോക്കാൻ ഒരു പോലീസുകാരനും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ഒരു മോട്ടോർവേ ബ്രേക്ക് ഡൗൺ ആയിട്ട് മോട്ടോർവേയുടെ സൈഡിലേക്ക് വണ്ടി ഒതുക്കിയപ്പം ഇവിടെ ഒരു പോലീസ് വണ്ടി നിന്നു. എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാധാരണ പോലീസുകാരൻ്റെ ഒപ്പം തന്നെ DGP-മാരും ADGP-മാരും ഉണ്ട് പോലീസിൽ തന്നെ. അത്രയും പോലീസുകാരൊക്കെ അവിടെ എന്താ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവർക്ക് എസ്കോർട്ട് പോവുക, കുറ്റം അന്വേഷിക്കുക എന്നുള്ളതല്ലല്ലോ പോലീസിൻ്റെ ജോലി. കുറ്റം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇപ്പം ഇവിടെ നമ്മളൊരു ക്യാമറ വെക്കുന്നുണ്ടെങ്കിൽ ആ ക്യാമറ വെച്ച് അതിൻ്റെ ഫൈൻ കൊണ്ട് ജീവിക്കാൻ വേണ്ടി അല്ലല്ലോ ഇവിടെ പോലീസ് ക്യാമറ വെച്ചിരിക്കുന്നത്. നമ്മൾ സ്പീഡ് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പോലീസിൻ്റെ നിയമങ്ങൾ പബ്ലിക്കിനോട് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്. പിന്നെ നിയമം അനുസരിക്കാനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഒരു നിയമം വരുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് നമ്മുടെ ആൾക്കാർ നോക്കാറുള്ളത്. ഇവിടെയുള്ള ആൾക്കാർ അത് നിയമം കർശനമാക്കുമ്പോൾ അത് മാറിക്കൊള്ളും കേട്ടോ. മാറുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാര്യം എടുത്താൽ പോലും മലയാളികൾ ഇവിടെ വന്നാൽ പിന്നെ ഇപ്പം ഇവിടുത്തെ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ഇടുന്ന ഓരോ റൂളിലും നമ്മുടെ സോളിസിറ്റേഴ്സ് ലൂപ്പ് ഹോളാണ് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വഭാവമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇത്തരം സംവരണങ്ങൾ കൊണ്ട് ഇതുവരെ നമുക്ക് ഇപ്പം 50 വർഷത്തോളമായി നമ്മൾ മറ്റു രീതിയിലുള്ള സംവരണം വെച്ചിട്ട് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും സംവരണം കൊടുക്കുന്നു. അത് എപ്പോൾ കൊടുക്കും തോറും സ്ത്രീ രണ്ടാന്തരം പൗരിയായി പോവുകയാണ്. അതുകൊണ്ട് അവരെ ഒപ്പം കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ എടുത്തു മാറ്റി പിന്നെ കുടുംബത്തിൽ തൊട്ട് കുഞ്ഞായി ഇരിക്കുന്ന കാലം തൊട്ട് പിള്ളേരെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന ആരും ഇല്ല ശരിക്കും. ഇപ്പം കഴിഞ്ഞ മാസം മീഡിയയിൽ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബണ്ടി ചോറാണ് അയാളുടെ റോൾ മോഡൽ. അല്ലാതെ ചെറുപ്പത്തിൽ അത് വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളും കുറച്ച് ഇത് കാണിക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ട് അല്ലേ? ഇവിടുത്തെ ഈ മീഡിയ പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ വളരെ മോശമാണ്, ഇവിടം ഒരുപാട് ബെറ്ററാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ ആ ക്യാമറ തിരിച്ച് ഇവരിലേക്കൊന്ന് തിരിച്ചു വെക്കുകയാണെങ്കിൽ ഇതിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എപ്പോഴും ഈ മൂന്നാംകട രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ ഫോക്കസ് ചെയ്ത് എക്സാഗറേറ്റ് ഇവർ കാണിക്കുന്നു. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ പീഡനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഒക്കെ ഉണ്ടായിരുന്നതാണ് ഈ പീഡനം. പക്ഷെ അന്ന് ഇത്രയും ദൃശ്യമാധ്യമങ്ങളോ ഒന്നുമില്ലായിരുന്നു. 1-2 മാധ്യമത്തിലെ വിളിച്ചു പുറത്തിറങ്ങിയിരുന്നില്ല. എനിക്ക് വളരെ വിഷമമുണ്ട് പറയാനായിട്ട്. അതായത് എനിക്കൊരു ഞങ്ങളുടെ നാട്ടിലെ ഞാനൊരു മധ്യ തിരുവിതാംകൂറിലെ ഞങ്ങളുടെ എല്ലാ സ്ഥലത്തും ഉള്ള രീതിയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഈ ആശാങ്കളരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആശാങ്കളരി പഠിച്ചതാണ് 1ാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട്. അന്ന് ആശാങ്കളരി പഠിപ്പിച്ച ആശാന് ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആശാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് പണ്ട് മുതലേ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അന്നൊന്നും ഇത് പുറത്ത് വന്നിരുന്നില്ല. പിന്നെ നമ്മൾ ഈ പീഡനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പത്രത്തിലൊക്കെ കാണാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. വിവാഹ വാഗ്ദാനം കൊടുത്താൽ ഉടനെ ആരുടെയും കൂടെ പോയി താമസിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ ഇവരോട് ആരെങ്കിലും പറഞ്ഞു. അപ്പോൾ അതൊരു പീഡനമല്ല.
അതുപോലെ തന്നെ ഞാൻ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലെ പല കോളേജുകളിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടക്കുകയും അതുപോലെ തന്നെ ഹൗസ് ക്യാമ്പയിൻ, ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോയിട്ടുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയ സുന്ദരികളായ പെണ്ണുങ്ങളെയോ അല്ലെങ്കിൽ സാധാരണ ഒരു മീഡിയം വീടുകളിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളൊന്നും അല്ല ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത്. എന്തെങ്കിലുമൊക്കെ സൈഡ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള പിള്ളേരാണ് ഈ ട്രബിളിലൊക്കെ ചെന്ന് പെടുന്നത്. അല്ലാത്തുള്ളവരൊന്നും ഈ ട്രബിളിൽ ചെന്ന് പെടാറില്ല. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ താങ്കൾ പറയുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. രണ്ടാമതെന്ന് ഇപ്പോൾ ഒരു ട്രെയിനിൽ ഒരു കുട്ടി അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഒന്നും അറിഞ്ഞിട്ട് ട്രെയിനിൽ യാത്ര ചെയ്താലല്ലോ, അവിടെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും മിക്സ് ചെയ്താണ്. താങ്കൾ പറഞ്ഞതിലും ഒരു പക്ഷേ ഒരു പരിധി വരെ വാസം ഉണ്ടാവണം. നമ്മൾ ഇതിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നതായിട്ട് അത് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ ഇപ്പം പൊന്തി വന്നിട്ടുള്ള പല പീഡന കേസുകൾ, ഇപ്പം ഞാൻ ഡൽഹിയിലെ സംഭവം അല്ലെങ്കിൽ അച്ഛൻ മകളെ റേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 2.5 വയസ്സുള്ള കൊച്ചിനെ റേപ്പ് ചെയ്യുന്നതോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലാതുള്ള പല കേസുകളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അല്ല, താങ്കൾ പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിയോട് പെൺകുട്ടിയെ കണ്ടിട്ടു, നമ്മൾ നാട്ടിലെ ഭാഷയെ പറയണേ വളയ്ക്കുന്നു എന്ന് പറയും അല്ലേ. വളച്ച് കഴിഞ്ഞിട്ട് പറയണ കെട്ടിക്കൊള്ളാമെന്ന് പറയണമെങ്കിൽ അയാളെ കൂടെ പോവുകയും പിന്നെ പോയിട്ട് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ ധാരാളം ധാരാളമുണ്ട്. എനിക്കത് കാണുമ്പോൾ അതൊരു പീഡനമായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ അത്തരം സ്ത്രീകളും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പല പ്രശ്നം ഉണ്ടായാലും അവരെ നമുക്കിപ്പോൾ അറിയാം. ഇവിടെ ഈ ചിച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു മലയാളി പയ്യനെ ഒരു സംഭവത്തിൽ ഇപ്പം പെട്ടിട്ടുണ്ട്. അത് പറയുന്നത് നഴ്സിംഗ് ഹോമിലായിട്ട്. അതിനകത്തിപ്പം ഒരു പറഞ്ഞത് ഡോക്ടറിനോട് അവള് പല കാര്യങ്ങളും ചോദിച്ചു. കാത്തട്രെയിൻ ഇടാനോ ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡോക്ടറിന് ഈ കൊച്ചിൻ്റെ അസുഖം എന്താണെന്നുള്ളത് പിടികിട്ടി. അവരാരും അടുത്തില്ല. ഈ പാവം പിടിച്ച പയ്യനെ വൈകിട്ട് അവൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഇവള് കബോർഡ് ചോദിച്ചപ്പോഴൊക്കെ കബോർഡ് കൊടുക്കാൻ വേണ്ടി അവൻ ചെന്നു. അവനെ അവൾ അറ്റാക്ക് ചെയ്യാറുണ്ടെന്നാണ് ഈ പയ്യൻ പറയുന്നത്. ചെന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കേസിൽ കുടുങ്ങി. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ സംഭവം ഉണ്ടായ ഉടനെ അതിനെ അങ്ങോട്ട് ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് പറയും. അതിൻ്റെ കൂടെ എല്ലാവരും ഇപ്പോൾ ഒരാൾ 2 പേരിട്ട് തല്ലുവാണ്, വരുന്നവനെല്ലാം അങ്ങ് തല്ലും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ UK ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം പിറ്റേ ദിവസം അവരുടെ ഹെഡിങ് ആയിരുന്നു നാണക്കേട് ഇതിങ്ങനെ സംഭവം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനിതൊന്നും അറിയുന്നില്ല. ജസ്റ്റ് അവൻ ഉടനെ അതിന് അങ്ങ് ഭയങ്കര ഫ്ലാഷ് ന്യൂസ് കൊടുത്തു. ഈ ചെറുക്കൻ്റെ അപ്പൻ്റെ പേര്, അവൻ്റെ കുടുംബ പേര്, അവൻ്റെ വീട്ടുപേര്, അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയും ഒക്കെ ഇരിപ്പുണ്ട്, അവൻ്റെ ബന്ധുക്കളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഭയങ്കരമായ നമ്മൾ ആവശ്യമില്ലാത്ത എക്സാജറേറ്റ് ചെയ്ത് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. താങ്കൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് സ്ത്രീ പീഡനത്തെക്കാൾ ഉപരി പുരുഷ പീഡനമാണല്ലോ പറയുന്നത്. പുരുഷ പീഡനമാണ്. അതിപ്പോ ഒരു 75% കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ പെണ്ണുങ്ങൾക്ക് പങ്കുണ്ട്, സ്ത്രീകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം നഗ്നസത്യമാണെന്നാണ്. 70% പറഞ്ഞ കുറച്ച് കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. പല സംഭവങ്ങൾ നമ്മൾ ഇതുപോലുള്ള ഈ ഡൽഹിയിലെ സംഭവം, ഇപ്പൊ സൂര്യനെല്ലി സംഭവം ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്നത് വളരെ വലുതാക്കി കാണിക്കുന്നതിനകത്ത് പലതിനകത്തും പെണ്ണുങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് കൂടുതലും പുരുഷ പീഡനത്തെ കുറിച്ചിട്ടാണ്. ഞാനൊരു കാര്യം ചെയ്യാം, താങ്കളിലേക്ക് തിരിച്ചു വരാൻ കേട്ടോ. സുഹൃത്ത് ഇവിടെ പറയുണ്ടായി, പണ്ട് കാലങ്ങളിൽ തൊട്ടേ ഇതുള്ളതായിരുന്നു. പണ്ട് കാലം ഇപ്പോഴത്തെ കാലമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഇതാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവാണ്. അന്നാലും ഈ പഴയ പീഡനം അതിൻ്റെ ഫോളോ അപ്പ് ആണോ നമുക്ക് വേണ്ടിയത്? നമുക്കൊരു പുതിയ പഴയ കാലങ്ങളിൽ മറന്നിട്ടൊരു പുതിയ ഒന്നാംകിട രാജ്യമായി നമ്മൾ മാറേണ്ടവരാണ്. എന്നാലും നമ്മൾ എന്ത് വരുന്നു, ലോക രാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ നാണം കെടുവാണ് സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ. അല്ല, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ പുരോഗമിക്കുന്നു, ലോകത്തിൽ വൻ ശക്തികൾ ആവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതേ ആൾക്കാർ തന്നെ പറയുന്നു 5ാമത്തെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രാജ്യവും ഇന്ത്യ തന്നെയാണെന്ന് പറയുന്നു. അതെന്തുകൊണ്ട് വരുന്നു? നമ്മുടെ നാട്ടിലെ പീഡനങ്ങൾ കൊണ്ടൊക്കെ വരുന്നു. അതുകൊണ്ട് ഇതിപ്പം എങ്ങനെ തീവ്രവാദത്തെ നേരിടുന്നു അതുപോലുള്ള നിയമവലികൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ സ്ത്രീകൾക്ക് രക്ഷിക്കാമെന്നതിൽ ഇതിപ്പം CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഇല്ലാതൊരു നിയമവലി ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു ഇത് വരത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. താങ്ക് യു.
ഇപ്പം എല്ലായിടത്തും ഒരേപോലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലുള്ള ചെറിയ വില്ലേജുകളിൽ ഇവിടെ ധരിക്കുന്ന പോലുള്ള മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായ ആൾക്കാർ നോക്കും. അതേ ഡ്രസ്സ് ബാംഗ്ലൂരിലോ അതുപോലെ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നോക്കത്തില്ല. അതൊന്ന്. പ്ലസ് രണ്ടാമത്തെ കാര്യം, അപ്പൊ താങ്കൾ പറയുന്നത് നമ്മളും കുറെ ഒന്ന് കരുതലോടെ ജീവിക്കണമെന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ കരുതലോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി നമ്മളാണ് നോക്കേണ്ടത്. അല്ല, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പൊ നമ്മളൊന്നും അത്ര തടിമിടുക്കുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ചില അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അസമയത്ത് ചെന്ന് പെട്ടു കഴിഞ്ഞാൽ നമ്മളെയും ഉപദ്രവിക്കപ്പെട്ടൂടെ? തീർച്ചയായും. ഈ സ്ത്രീ പീഡനത്തെ കുറിച്ചല്ല പറയുന്നത്, വെറുതെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിവതും ആ സ്ഥലത്ത് പോവാതിരിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് നമുക്കുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമെങ്കിലും ഇവർ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, നമ്മൾ സാഹചര്യങ്ങൾ നമ്മൾ നോക്കണം. അല്ലല്ല, ICC നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ പറഞ്ഞു സ്ത്രീകൾക്ക് എതിരെയുള്ള ഏറ്റവും പ്രശ്നമുള്ള രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ പെടുന്നു, കോങ്കോ എന്ന് പറയുന്ന രാജ്യം പെടുന്നു. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന് പെട്ടു കഴിഞ്ഞാലേ അല്ല, ആദ്യം നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കുക. പ്ലസ് രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജനങ്ങളെ ഇനിയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവരെ ഇതിലേക്ക് ഇതുപോലുള്ള ഓരോ സാഹചര്യങ്ങൾക്കൊത്ത് ജീവിക്കാൻ പറ്റിയ പരുവത്തിൽ നമ്മുടെ ആൾക്കാരെ നമ്മൾ കുറച്ചുകൂടെ അവരുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.